നമ്മൾ റോഡിൻ്റെ ഇടത് സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ, റോഡിൻ്റെ ഇടത് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വാഹനം എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റൊക്കെ ധരിച്ചു, സിൻ സ്ട്രാപ്പ് എല്ലാം ഇട്ടു. ആദ്യത്തെ കാര്യം മിററൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളണേ കേട്ടോ. അപ്പോൾ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2025 ആയപ്പോഴേക്കും നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ അത്യാവശ്യം കുറച്ചുകൂടെയൊക്കെ ഒന്ന് കടുപ്പത്തിലാണ് നടക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, മുമ്പ് വന്ന പരിഷ്കരണങ്ങളിലൊക്കെ തുടർച്ച ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, തുടരുന്നുണ്ട്. അപ്പോൾ ലേഡീസ് 2 വീലറിൻ്റെ റോഡ് ടെസ്റ്റിന് കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, പലപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു വിഭാഗം കൂടെയാണ് നമ്മുടെ ലേഡീസ്. ഇച്ചിരി പേടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും, നമ്മൾ തരം താഴ്ത്തി പറയുന്നതല്ല കേട്ടോ. ചിലപ്പോൾ ഇച്ചിരി പേടിയൊക്കെ കൂടുതലായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഫെയിലായി പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് 8 എടുക്കാൻ പറ്റും. അതിനുശേഷം റോഡിൻ്റെ ടെസ്റ്റിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് മറവി കൊണ്ടുവരെ പോലും എന്ത് ചെയ്യുക, നമ്മൾ ഫെയിലായി പോകാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹാൻഡ് സിഗ്നലുകൾ എപ്പോഴൊക്കെയാണ് കാണിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത്, ഏതൊക്കെ ഹാൻഡ് സിഗ്നലുകളാണ് അത്യാവശ്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മുടെ റോഡ് ടെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ റോഡിലൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഗ്രൗണ്ടിന് ചുറ്റുമാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കുക, ടെൻഷനൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് പോവുക. ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പേർക്കെങ്കിലും ടെൻഷൻ ഇച്ചിരി ഓവറായിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. കാരണം അവിടെ ചെന്നാലും ഇപ്പോൾ ഫെയിൽ ആവുകയാണെന്ന് വെച്ചോ, ഓക്കെ, ഫെയിൽ ആയാൽ പോലും നമുക്ക് അടുത്ത് ഡേറ്റ് എടുക്കാം, വീണ്ടും കയറാം. ഓക്കെ, പിന്നെ അവിടെ നിൽക്കുന്ന ഓഫീസേഴ്സ് ആരും നമ്മളെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നതല്ല. നമ്മൾ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് അവരുടെ ജോലി, അവരങ്ങ് പോകും. ഇനി മറ്റു ചിലർക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ അത്രയും പേര് കാണുമോ എന്നൊക്കെയുള്ള ആ ഒരു പേടി കാണും. ഓക്കെ, അതുകൊണ്ട് ചിലർ ഫെയിലായി പോകുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ടെൻഷൻ കൂടി ഫെയിലായി പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവിടെ നിൽക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതലുള്ള റോഡുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. നമുക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് റോഡിലൂടെ പോകുന്നത്. അപ്പോൾ അവർക്കിടയിലൂടെ വാഹനം ഡ്രൈവ് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് പേര് അവിടെ നോക്കി നിൽപ്പുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ടെൻഷനൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. പിന്നെ രാവിലെ പോകുമ്പോഴേ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുക. പലരും തിന്നിട്ടിറങ്ങുന്നില്ല എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. ഭക്ഷണം പോയി കഴിക്കാനൊന്നും തോന്നുന്നില്ല, അത്തരത്തിലൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ധൈര്യമായിട്ട് കഴിക്കുക, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കൂളായിട്ട് നമ്മൾ ഡെയിലി ഇപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ നോർമൽ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതേ കണക്കിന് തന്നെ എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. നിങ്ങൾ പഠിക്കാൻ പോയി അത്യാവശ്യം നല്ല പഠിച്ചതിന് ശേഷം നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും, നോർമൽ എന്നത്തെയും പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത്. അതേ ലാഘവത്തോടു കൂടെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുക, ടെൻഷൻ സ്വാഭാവികമായിട്ട് ഒഴിവാകും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ടെൻഷൻ മാറ്റുക. പിന്നെ കൃത്യമായിട്ടും നമ്മുടെ ഹെൽമെറ്റ് കയ്യിലുണ്ടായിരിക്കണം. ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ പരമാവധി ഫുൾ കവറായിട്ടുള്ള ഹെൽമെറ്റ് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള ഹെൽമെറ്റാണ് ഇരിപ്പുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിൻ സ്ട്രാപ്പൊക്കെ കൃത്യമായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഞാനെന്താ ഹെൽമെറ്റ് വയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഹെൽമെറ്റ് വെച്ചു, ചിൻ സ്ട്രാപ്പ് കൃത്യമായിട്ട് ഇടുക. ഇത് വെച്ചില്ലെങ്കിൽ ഫെയിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചിൻ സ്ട്രാപ്പ് ധരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് സിഗ്നൽ, മെയിനായിട്ട് 5 ഹാൻഡ് സിഗ്നലാണ് നമുക്കുള്ളത്. ഓക്കെ, അതിൽ മിക്കവാറും 2 വീലറിൻ്റെ റോഡ് ടെസ്റ്റിന് നമുക്കൊരു 3 എണ്ണമാണ് ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് 5 നോക്കാം കേട്ടോ. ഓക്കെ, അതിൽ ഒന്നാമത്തത് വലത് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നലാണ്. അപ്പോൾ ആ ഹാൻഡ് സിഗ്നൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ഈ ഒരു കൈപ്പത്തി ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നീട്ടി പിടിക്കുക. വലത് കയ്യിലാണ് എല്ലാ ഹാൻഡ് സിഗ്നലും കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വലത്തേക്കുള്ളതായി. ഇനി അടുത്ത് ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കറക്കുക, റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. മുന്നോട്ട് എന്ത് ചെയ്യുക, ഒരു 3 തവണ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നലായി. ഓക്കെ, ഇനി അടുത്തത് സ്ലോ ഡൗൺ ആണ് കേട്ടോ. ഇതേപോലെയാണ് സ്ലോ ഡൗൺ, താഴോട്ടും മേലോട്ടും. ഇനി അടുത്ത് വരുന്നത് സ്റ്റോപ്പ്. ഓക്കെ, ഈ ഒരു 4 എണ്ണം കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. ഇതിൽ ഇടത്തേക്കുള്ളത് മിക്കവാറും അങ്ങനെ അധികം നമുക്ക് ആവശ്യം വരാറില്ല. കൂടുതൽ ആവശ്യം വരുന്നത് വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നലാണ്. പിന്നെ വരുന്നത് നമ്മുടെ സ്ലോ ഡൗണും സ്റ്റോപ്പുമാണ്. ഇനി 5ാമത്തെ ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് ഹാൻഡ് സിഗ്നലാണ്. അത് ഒരു ഹാഫ് സർക്കിളാണ്. ഇതേപോലെ കണ്ടോ, മുന്നോട്ടും പിന്നോട്ടും ഇതേപോലെ ഹാഫ് സർക്കിൾ ആക്കുന്നതാണ് നമ്മുടെ ഓവർടേക്കിംഗ് ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ പിന്നിൽ നിന്നും ഒരു വാഹനം വരുമ്പോൾ അവർക്ക് ഓവർടേക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സിഗ്നലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഹാൻഡ് സിഗ്നൽ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിലിപ്പോൾ ഞാൻ ഈ പറയുകയാണെങ്കിൽ ഓവർടേക്ക് നമുക്ക് അത്യാവശ്യമല്ല, പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഇപ്പോൾ ഓഫീസർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം, പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വാഹനത്തിനുള്ളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഹനം എടുക്കുക, സ്റ്റാൻഡ് കൃത്യമായിട്ടും മാറ്റുക. പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സ്റ്റാൻഡ് വെച്ച് വാഹനം ഓടിക്കുന്നത്. ടെൻഷൻ കൊണ്ടായിരിക്കാം, മറവി കൊണ്ടായിരിക്കാം. കൃത്യമായിട്ട് സ്റ്റാൻഡ് മാറ്റുക. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റാൻഡ് മാറ്റി സ്റ്റാൻഡ് വെച്ച് ഓടിച്ചാൽ ഫെയിലാവും കേട്ടോ. അതുകൊണ്ട് ഓർമ്മിക്കുക, സ്റ്റാൻഡ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാറ്റുക. ഓക്കെ, വാഹനത്തിൽ കയറി താക്കോലൊക്കെ ഓൺ ചെയ്തു. ഓക്കെ, വാഹനം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക.
ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് കയറുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ കയറുക കേട്ടോ. സ്റ്റാൻഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇളക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ ചേട്ടാ, അവിടെ നമുക്ക് കുറച്ച് സ്പേസ് ചെയ്യും. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ നിന്ന് ആദ്യം ജസ്റ്റ് ചെയ്യാവുന്ന അതുവരെ പോകാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ എടുക്കുന്നതാണ് കാണിക്കുന്നത്, എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ട്രാക്കിൻ്റെ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ നിങ്ങൾ റോഡാണ് സങ്കല്പിക്കുക. നമ്മൾ റോഡിൻ്റെ ഇടത് സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ, റോഡിൻ്റെ ഇടത് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വാഹനം എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റൊക്കെ ധരിച്ചു, സിൻ സ്ട്രാപ്പും എല്ലാം ഇട്ടു. ആദ്യത്തെ കാര്യം മിററൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളണേ കേട്ടോ. ഇപ്പോൾ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ശേഷം നമ്മുടെ വാഹനം എടുക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് എല്ലാവർക്കും അറിയായിരിക്കും, ഇവിടെയാണ് വരുന്നത്. എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വലത്തേക്കൊന്ന് ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ രണ്ടിടത്ത് ലൈറ്റ് കത്തുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ടു. ശേഷം വലത് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുക. ഓക്കെ, വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു, വലത് സൈഡിലുള്ള ഹാൻഡ് സിഗ്നൽ, വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ അതും കാണിച്ചു. ജസ്റ്റ് എന്ത് ചെയ്യുക, പുറകിൽ നിന്ന് മറ്റ് വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് എന്ത് ചെയ്യുക, തിരിഞ്ഞു നോക്കുക. ശേഷം എന്ത് ചെയ്യുക, പയ്യെ മുന്നോട്ട് പോവുക. ഓക്കെ, കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വാഹനം എടുക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വാഹനം നിർത്തുന്ന ടൈമിൽ നോക്കിയോ. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് റണ്ണിങ്ങിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, വാഹനം ഇടത് സൈഡിലായിരിക്കും നമ്മൾ നിർത്തുന്നത്. ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ കൃത്യമായിട്ടിരിക്കുക. സ്ലോ ഡൗൺ 1, 2, 3 സ്റ്റോപ്പ്. ഓക്കെ, ഇത്രയും കാണിച്ച് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ വാഹനം നിർത്താൻ. ഓക്കെ, ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ കാണിക്കുക, സ്ലോ ഡൗൺ കാണിക്കുക, സ്റ്റോപ്പ് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അടുത്തിപ്പോൾ ഇതുവരെ റോഡാണെന്ന് കരുതുക. ഇവിടെ നിന്നടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വളച്ചായിരിക്കും അടുത്ത് തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ അവിടെ നിന്ന് എടുത്തപ്പോൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണോ. വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു, വലത് ഹാൻഡ് സിഗ്നൽ കാണിച്ചു, ജസ്റ്റ് പുറകോട്ട് നോക്കി. ശേഷം എന്ത് ചെയ്യുക, വാഹനമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വാഹനം വളച്ച് ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. ഓക്കെ, വീണ്ടും റോഡിൻ്റെ ഇടതുവശത്ത് നമ്മളായിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇത്ര ഓക്കെ അല്ലേ. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ എടുത്തോ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഒന്നാമത്തത് വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ, വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ, വേറെ വാഹനങ്ങളൊന്നുമില്ല എന്ന് നോക്കി എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ശേഷം എന്ത് ചെയ്യുക, വാഹനം മുന്നോട്ട് പോവുക. ഓക്കെ, കുറച്ച് ദൂരം എത്തുമ്പോൾ ഇൻഡിക്കേറ്റർ ഓർമ്മിച്ച് ഓഫ് ചെയ്യുക കേട്ടോ, കൃത്യമായിട്ട് വാഹനം നിർത്തുമ്പോഴുള്ള കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ നമ്മളിവിടെ ഈ സൈഡിൽ നിർത്തിയില്ലേ, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അടുത്ത് നിർത്താറുള്ളത്. ഓക്കെ, നോക്കിക്കോ, നമ്മൾ റണ്ണിങ്ങിലാണ്. ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു, സ്ലോ ഡൗൺ. ഓക്കെ, സ്ലോ ഡൗൺ കാണിച്ചു, സ്റ്റോപ്പ് കാണിച്ചു, വാഹനം നിർത്തി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇടത് സൈഡ് ചേർത്ത് എന്ത് ചെയ്യുക, വാഹനം നിർത്തുക. ഓക്കെ, ശേഷം വെപ്രാളത്തിൽ നിന്ന് ചാടി ഇറങ്ങരുത്. വാഹനം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓഫ് ചെയ്യുക. സ്റ്റാൻഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചവിട്ടി വയ്ക്കുക കേട്ടോ, സ്റ്റാൻഡ് വയ്ക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എളുപ്പമാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി ചിലർക്കൊക്കെ പറയാറുണ്ട് ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഹാൻഡിൽ ബാലൻസ് പോകുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കൂടെ ഞങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അതുകൂടെ നിങ്ങൾ നോക്കുക. നമുക്ക് എങ്ങനെയാണ് വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാൻഡ് സിഗ്നൽ കാണിക്കുമ്പോഴും ഹാൻഡിൽ ബാലൻസ് എങ്ങനെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാം, അതിനുള്ള വഴികൾ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുകൂടെ കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന എല്ലാവർക്കും ഞങ്ങൾ പ്രിൻസിപ്പൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. എല്ലാവരും വിജയിക്കട്ടെ. ഓക്കെ, വളരെ നല്ല രീതിയിൽ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഗുഡ് ബൈ.